ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നമുക്ക് പഠിച്ചാലോ. പിടിക്കപ്പെട്ട വ്യഭിചാരിണി. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. യേശു ലോകത്തിൻ്റെ പ്രകാശം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ചു ഞാൻ തന്നെ സാക്ഷ്യം നൽകിയാൽ എന്നെക്കുറിച്ചു ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. യഹൂദർക്ക് മുന്നറിയിപ്പ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെയെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടതു ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.
തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടതോ നിങ്ങൾ പ്രവർത്തിക്കുന്നു. പിശാച് നിങ്ങളുടെ പിതാവ്. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കു ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. അബ്രാഹത്തിനു മുമ്പ് ഞാനുണ്ട്. യഹൂദർ പറഞ്ഞു, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ദൈവത്തിന് സ്തുതി. ഇനി കൂട്ടുകാരെ, നമുക്ക് വചനം തിരിച്ച് ഓരോന്നായിട്ട് പഠിക്കാം. യേശുവിൽ പ്രിയ കൂട്ടുകാരെ, 8-ാം അധ്യായത്തിൽ ആകെ 59 തിരുവചനങ്ങളാണ് ഉള്ളത്. പിടിക്കപ്പെട്ട വ്യഭിചാരിണി, യേശു ലോകത്തിൻ്റെ പ്രകാശം, യഹൂദർക്ക് മുന്നറിയിപ്പ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, പിശാച് നിങ്ങളുടെ പിതാവ്, അബ്രാഹത്തിനു മുമ്പ് ഞാനുണ്ട്.
ഇത്രയും തലക്കെട്ടുകളാണ് ഉള്ളത്. ഒന്നുകൂടെ നോക്കാം. പിടിക്കപ്പെട്ട് വ്യഭിചാരിണി 1, യേശു ലോകത്തിൻ്റെ പ്രകാശം 2, യഹൂദർക്ക് മുന്നറിയിപ്പ് 3, പിശാച് നിങ്ങളുടെ പിതാവ് 4, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. അങ്ങനെ 5 തലക്കെട്ടുകളാണ്, ശീർഷകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. 5 ശീർഷകങ്ങളുണ്ട്, 59 തിരുവചനങ്ങളുണ്ട്. ഇനി പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്നാണ് 8-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട്. യേശു 8-ാം അധ്യായം 1-ാം വാക്യം, യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. 1-ാം വാക്യത്തിൽ യേശു ഒലിവുമലയിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. 8:1. ഇനി 2-ാം തിരുവചനമാണ്, അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. അപ്പോൾ 8-ാം അധ്യായം 1-ാം അധ്യായത്തിലേക്ക് യേശു എങ്ങോട്ടാ പോയെന്ന് ചോദ്യം വന്നാൽ, യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. ഇനി 3-ാം വാക്യം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. 3-ാം തിരുവചനം എന്താണ്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അന്ന് യഹൂദരുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞോ കൊല്ലണമെന്നതാണ് നിയമം. ഇനി 4-ാം തിരുവചനം, അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അപ്പം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേയരും കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ആരാണ് കൊണ്ടുവന്നത്? നിയമജ്ഞരും പരിസേയരും. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇനി 5-ാം തിരുവചനം, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? അപ്പോൾ യേശുവിനെ കുടുക്കിലാക്കാൻ വേണ്ടിയിട്ട് യേശു എന്തുത്തരം പറഞ്ഞാലും യേശുവിക്ക് പ്രശ്നമാവും അല്ലേ? കൊല്ലാൻ പറഞ്ഞാൽ നീ പഠിപ്പിക്കുന്നത്, യേശു ഇതുവരെ ശത്രുക്കളെ സ്നേഹിക്കണം, പാപികളെ സ്നേഹിക്കണം എന്നൊക്കെ ഈശോ പറഞ്ഞത് തെറ്റാവും. പിന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ മോശയുടെ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അവർ ഈശോയെ കുറ്റപ്പെടുത്തും. അപ്പോൾ ജ്ഞാനത്തിൻ്റെ വചനം, യേശുവിൽ ജ്ഞാനമുള്ളതുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളുണ്ട്, ദൈവത്തിൽ നിന്നുള്ളവനായതുകൊണ്ട്, ഈശോയിൽ ജ്ഞാനമുള്ളതുകൊണ്ട് അതിന് അനുകൂലമായ മറുപടി ഈശോയ്ക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് കാണാം. ഇനി 5-ാം വാക്യം, അതായത് മോശ നിയമത്തിൽ ഈ നിയമത്തെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. 8-ാം അധ്യായം 5-ാം വാക്യം. 8-ാം അധ്യായം 5-ാം വാക്യത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിലും നിയമാവർത്തനം 22-ാം അധ്യായം 22-ാം വാക്യത്തിലും 8-ാം അധ്യായം പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിയണമെന്ന നിയമത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന 8-5 വാക്യത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വചനഭാഗമാണ് ലേവ്യർ 8:5 ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിലും നിയമാവർത്തനം 22-ാം അധ്യായം 2-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 6-ാം വാക്യം, ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്ട് തന്നെ അവളെ കൊല്ലാർന്നു അവർക്ക്. പക്ഷെ അവർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവിനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി എന്തുത്തരം പറഞ്ഞാലും യേശുവിനെ കൊടുക്കണം, യേശുവിനെ ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചാണ് അവർ വന്നത്, പരിസയരും നിയമജ്ഞരും വന്നത്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ഇനി 7-ാം വാക്യം, അവർ ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. 7-ാം തിരുവചനം, അവർ ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇപ്പൊ നമുക്കിവിടെ കാണാം, യേശു ആദ്യമായി പാപബോധവും പശ്ചാത്താപവും പരിസയരുടെ ഹൃദയങ്ങളിൽ നിറച്ചു.
അല്ലേ? അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിട്ട് യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ പാപമില്ലാത്ത ഒരു മനുഷ്യരും ഇല്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരും തങ്ങളുടെ പാപത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 9-ാം തിരുവചനത്തിൽ പറയുന്നത്, എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. അപ്പോൾ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രമാണ് ശേഷിച്ചത്. മറ്റു വചനങ്ങളിൽ അപ്പോൾ യേശുവും പാപിനിയായ സ്ത്രീ മാത്രമാണ് ശേഷിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലേക്ക് ചിലപ്പോൾ തോന്നാം. എന്നാൽ ഇവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീ മാത്രം ശേഷിച്ചു എന്നാണ്. ഇനി 10-ാം തിരുവചനം, യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? ഇപ്പം യേശു ആ സ്ത്രീയോട് എന്താണ് ചോദിച്ചത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ എന്താ ചോദിച്ചത്? സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഇനി യേശു ലോകത്തിൻ്റെ പ്രകാശം. ഇനി 11-ാം വാക്യം, അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക. ഇനി 8:11 കുറിച്ച് 8-ാം അധ്യായം 11-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 5:14 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:14 8:11 കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇനി യേശു അടുത്ത തലക്കെട്ട്, യേശു ലോകത്തിൻ്റെ പ്രകാശം. പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്ന തലക്കെട്ടിന് കീഴെ 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. അടുത്ത തിരുവചനം, യേശു ലോകത്തിൻ്റെ പ്രകാശം. 12-ാം തിരുവചനം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവനുണ്ടായിരിക്കും. 12-ാം തിരുവചനം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഇനി 8:12 കുറിച്ച് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ അവതരിപ്പിച്ചിരിക്കുന്ന തിരുവചന ഭാഗമാണ്. 8 യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 6-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാം തിരുവചനത്തിലും 12-ാം അധ്യായം 35-ാം വാക്യത്തിലും 1-ാം അധ്യായം 4-ലും പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശയ്യാ 49:6, യോഹന്നാൻ 9:5, 12-ാം അധ്യായം 35-ാം വാക്യം, 1-ാം അധ്യായം 4-ാം വാക്യം. നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം 9:5 എന്നാന്ന് നോക്കാം. 9-ാം അധ്യായം 5-ാം തിരുവചനം, 9:5, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. 9:5. ഇനി ബാക്കി നിങ്ങൾ നോക്കി പഠിക്കണേ. ഇനി അടുത്തത് 13-ാം തിരുവചനം, അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു. 14-ാം തിരുവചനം, യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. 15-ാം തിരുവചനം, നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. 16-ാം തിരുവചനം, ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 17-ാം തിരുവചനം, രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ചു ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ചു സാക്ഷ്യം നൽകുന്നു. ഇനി ഇവിടെ അവസാനത്ത് 8-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗ്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 31 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 8-ാം അധ്യായം 17-ാം വാക്യം,
രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന തിരുവചന ഭാഗത്തെക്കുറിച്ച് 8:17 കുറിച്ച് നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിലും 19-ാം അധ്യായം 15 വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 16-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം വാക്യം, രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന തിരുവചന ഭാഗം നിയമാവർത്തന പുസ്തകം 17-6 19-ാം അധ്യായം 15-ാം വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 16-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അരീതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 19-ാമത്തെ തിരുവചനം എന്താണെന്ന് നോക്കാം. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. 20-ാം തിരുവചനം, ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്തു പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ല. 20-ാം വാക്യം, ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഇനി നോക്കിക്കേ, യേശു ലോകത്തിൻ്റെ പ്രകാശം എന്ന തിരുവചന തലക്കെട്ടിന് താഴെ 12-ാം തിരുവചനം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. ഇനി ഈ അടുത്ത തലക്കെട്ട് യഹൂദർക്ക് മുന്നറിയിപ്പ്. 8-ാം അധ്യായം 21-ാം വാക്യം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. 22-ാം തിരുവചനം, അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? 22-ാം വചനത്തെക്കുറിച്ച് തിരുവചനം താഴെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 8:12 8:22 8-ാം അധ്യായം 22-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇനി 23-ാം തിരുവചനം, അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവന്. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. 24-ാം തിരുവചനം, നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെയെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 25-ാം തിരുവചനം, അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു എന്താണ് നീ ആരാണ് എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞത്, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. ഇനി ആരംഭം മുതലേ 8:25 കുറിച്ച് 8-ാം അധ്യായം 25, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എന്തിന് എന്നും ഗ്രീക്ക് മൂല വിവർത്തനം ചെയ്യാം. ഇനി അടുത്ത 8-ാം അധ്യായം 26-ാം വാക്യം, എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടതു ഞാൻ ലോകത്തോട് പറയുന്നു. 27-ാം തിരുവചനം, പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. 28-ാം തിരുവചനം, അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. 8-ാം അധ്യായം 28-ാം തിരുവചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 18:32 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 29-ാം തിരുവചനം എന്നാന്ന് നോക്കാം. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. 30-ാം വാക്യം, ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ കുറേ പേര് ഈശോയുടെ പ്രബോധനത്തിൽ വിശ്വസിച്ചു. യഹൂദർക്ക് മുന്നറിയിപ്പ് എന്ന് പറയുന്ന തലക്കെട്ടിന് താഴെ 21 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. ഇനി അടുത്ത തലക്കെട്ടാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇനി 31-ാം വാക്യം,
തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. 32 തിരുവചനം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇനി 32 വാക്യത്തെക്കുറിച്ച് 8:32 വിശുദ്ധ കൊരിന്ത്യൻകാർക്ക് എഴുതിയ 2 ലേഖനം 8 അധ്യായം 17 വാക്യത്തിലും ഗലാത്യ 5:1 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇനി 38 അധ്യായം 33 തിരുവചനം, അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? ഇനി 33 വാക്യത്തെക്കുറിച്ച് അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? പാപത്തിനടിമകളായിരുന്നു എന്നും ഉള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം തിരുവചനം അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത ആ വചനം 8:33 കുറിച്ച് താഴെ എന്തോ പരാമർശിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 3 അധ്യായം 9 വാക്യത്തിലും ഗലാത്യ 3:7 പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 8:34 എന്താണെന്ന് നോക്കാം. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പോൾ നാം എല്ലാവരും പാപത്തിന്റെ അടിമകളാണ്. യേശുവേ, അങ്ങേത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരാനുഭവവും നിരന്തരമായ പശ്ചാത്താപവും നിലനിൽപ്പ് നൽകി അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാഭിഷേകം നൽകി അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി 8:34 8 അധ്യായം 34 വചനത്തെക്കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നത്. 8:34 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 16 വാക്യത്തിലും 2 പത്രോസ് 2:19 പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 35 തിരുവചനം നോക്കാം. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. 8:35 കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 21 അധ്യായം 10 വാക്യത്തിലും ഗലാത്യ 4:30 പുറപ്പാട് 21 ഈ 2 നിയമാവർത്തനം 15:12 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് താഴെ പരാമർശിച്ചിരിക്കുന്നത്. 8:35 കുറിച്ച് ഇപ്പം നമ്മൾ വായിച്ച. ഇനി 8 അധ്യായം 36 വാക്യം എന്നതാണെന്ന് നോക്കാം. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. 37 നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. 38 എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. 38 തിരുവചനങ്ങൾ ഭാഗങ്ങളാണ്. 31 മുതൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന വചനഭാഗത്തിൽ നിന്ന് തലക്കെട്ടിന് താഴെ 31 മുതൽ 38 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇതിങ്ങനെ നമുക്ക് കാണാണ്ട് പഠിക്കാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പാപത്തിൽ നിന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്ത പാപബന്ധനങ്ങളോ തർക്കദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും നല്ല വിടുതൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പിശാച് നിങ്ങളുടെ പിതാവ് 39 തിരുവചനത്തിൻ്റെ തലക്കെട്ടാണ് പിശാച് നിങ്ങളുടെ പിതാവ്. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ഇനി 8 അധ്യായം 39 വാക്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 3:9 യോഹന്നാന്റെ സുവിശേഷം 8:33 മത്തായിയുടെ സുവിശേഷം 3:9 യോഹന്നാന്റെ സുവിശേഷം 8:33 പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ഇനി അടുത്ത തിരുവചനം 8 അധ്യായം 40 വാക്യം. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു, അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. 41 വാക്യം. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു.
അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവേ ഒന്നേ ഉള്ളൂ, ദൈവം. 41 തിരുവചനത്തെക്കുറിച്ച് താഴെ എന്താ പരാമർശിച്ചിരിക്കുന്നു നോക്കാം. നിയമാവർത്തനം 32:6 ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 16 വാക്യത്തിലും 64 അധ്യായം 8 വാക്യത്തിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 42 തിരുവചനം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. 43 തിരുവചനം. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറയുടെ വചനങ്ങൾ പലതും ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, ആ കഴിവ് അങ്ങ് തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. 44 തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. 44 വാക്യത്തെക്കുറിച്ച് വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇനി 8 അധ്യായം 44 വാക്യത്തെക്കുറിച്ച് 1 യോഹന്നാൻ 3:8 ഉൽപ്പത്തി 3 അധ്യായം 4 വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് താഴെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 45 വാക്യം പറയുന്നത് നോക്കാം. ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. സത്യം പറയുന്നവരെ ലോകത്തിൽ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്നതും യഥാർത്ഥമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. 46 വാക്യം. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? 47 വാക്യം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കു ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. അപ്പം ദൈവത്തിൽ നിന്നുള്ളവർക്കാണ് കർത്താവിൻ്റെ വചനം മനസ്സിലാക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നത്. 8:48. ഇനി അടുത്തത്. അപ്പോൾ പിശാച് നിങ്ങളുടെ പിതാവ് എന്ന തലക്കെട്ടിന് താഴെ 39 മുതൽ 47 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. അടുത്ത തലക്കെട്ട് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. 48 തിരുവചനം. യഹൂദർ പറഞ്ഞു, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? 48 വാക്യം. 8:48 കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7:20 10:20 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 49 വാക്യം പറഞ്ഞു പഠിക്കാം. യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. 50 തിരുവചനം. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. 52 തിരുവചനം. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. 53 തിരുവചനം. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? 54 തിരുവചനം. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. 55 വാക്യം. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും.
എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. 55-ാം തിരുവചനം നമുക്കൊന്നുകൂടെ കേൾക്കാം. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. 56-ാം തിരുവചനം. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണെന്നുള്ള വചനമാണ് ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അത് അത്തരം ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കിട്ടാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. അതായത് അബ്രാഹാം ഈശോയെ കണ്ടു എന്നൊക്കെ പറയണത് മാനുഷികമായി ചിന്തിച്ചാൽ അന്ന് ജനിക്കാത്ത അബ്രാഹത്തോടൊപ്പം ജനിക്കാത്ത യേശുവിനെ അബ്രാഹാം എങ്ങനെ കണ്ടു, യേശു അങ്ങനെ കണ്ടു, അങ്ങനെയുള്ള ഒരു സംശയം അന്ന് അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു. അത്തരം ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ വേണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. 8-ാം അധ്യായം 56-ാം തിരുവചനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 17-ാം വാക്യത്തിലും ഹെബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 57-ാം തിരുവചനം എന്താണെന്ന് നോക്കാം. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? അപ്പോൾ ആ തിരുവചനം 58 കുറിച്ച് താഴെ പറയാൻ കിട്ടില്ല അല്ലേ, 8:56 വരെ പറഞ്ഞിട്ടുള്ളൂ. 8:57 കുറിച്ച് അബ്രാഹാം നിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് പാഠഭേദം. 8:57 അബ്രാഹാം നിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് പാഠഭേദം എന്ന് രേഖപ്പെടുത്തിയത് 8:57. ഇനി 8:58 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഒന്ന് തന്നെയാണെന്നും അവൻ ആദ്യം മുതലേ ഉള്ളവനാണെന്നും തിരുവചന ഭാഗം നമ്മെ മനസ്സിലായ വേണ്ടി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇനി 59-ാം തിരുവചനം. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ദൈവത്തിന് സ്തുതി. ഇനി 8-ാം അധ്യായം ആവർത്തിച്ച് കേട്ട് വായിച്ച് പഠിക്കുമല്ലോ. ഓക്കെ, ദൈവത്തിന് സ്തുതി.